NDA കുറ്റ്യാടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണയും MLA ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. മാർച്ച് BJP സംസ്ഥാന അംഗം VV രാജൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അധികാരത്തിൽ വന്നവരെ കുറ്റ്യാടി MLAക്കെതിരെ കുറ്റവിചാരണയും MLA ഓഫീസ് മാർച്ചും നടന്നു. MLA ഓഫീസ് മാർച്ച് BJP സംസ്ഥാന സമിതി അംഗം VV രാജൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടിയിലെ നാളികേര കർഷകരുടെ സ്വപ്ന പദ്ധതിയായിരുന്ന നാളികേര പാർക്ക് യാഥാർത്ഥ്യമാക്കാതെ കഴിഞ്ഞ 15 വർഷം കുറ്റ്യാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLAമാരായ KK ലതിക, പാറക്കൽ അബ്ദുള്ള, KP കുഞ്ഞമ്മദ്കുട്ടി എന്നിവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, നാളികേരത്തിന്റെ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുകയും നാളികേരത്തിന്റെ ഈറ്റില്ലമായ കുറ്റ്യാടിയിലെ കർഷകരെ വഞ്ചിക്കുകയാണ് നാളിതുവരെ കുറ്റ്യാടിയിലെ MLAമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VV രാജൻ പറഞ്ഞു. കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു. ഈ അസംബ്ലി മണ്ഡലത്തിൽ വികസന മുരടിപ്പാട് എല്ലാ രംഗത്തും. MLA കാര്യമായി യാതൊന്നും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ് പ്രധാനപ്പെട്ട പണി. അതായത് തറക്കല്ലിടൽ, വേറെ ഒന്നുമില്ല. പണി പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ 5 കൊല്ലത്തിൽ ഒന്നുമില്ല. അതാണ് തറക്കല്ലിപ്പോൾ അവസാന നിമിഷം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് MLAക്ക് പറയാൻ സാധിക്കുമോ? കുറ്റ്യാടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭാവനയാണ് ഈ 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ നേടാൻ വേണ്ടി സാധിച്ചത്? കുറ്റ്യാടിയിലെ പ്രധാനപ്പെട്ട കൃഷി നാളികേര കൃഷിയാണ്, തെങ്ങ് കൃഷിയാണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിത്ത് തേങ്ങ സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റ്യാടി. കുറ്റ്യാടിയിലെ തേങ്ങയാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും തൈയായിട്ട് വരുന്നത്. പക്ഷെ ആ കർഷകർക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ബഹുമാനപ്പെട്ട MLA താല്പര്യം എടുത്തിട്ടുണ്ടോ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നാളികേര പാർക്ക്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ ഈ MLAക്ക് സാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥിതിയിലാണ്. MLAയോട് ഞങ്ങൾ ചോദിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുള്ള നാളികേര പാർക്കിന്റെ സ്ഥിതി എന്താണ്? അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുറ്റ്യാടിയിലെ നാളികേര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിചിന്തനം ആവശ്യമല്ലേ? MP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PP മുരളി, രാംദാസ് മണലേരി, TK പ്രഭാകരൻ, പ്രിബേഷ് പുന്നക്കാരി, ഷിജു K, ഷാജു VP, വിജിത് വിളമ്പിലാട്, TK രാജൻ, OP ദിലീപൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് രാധാപുറമേരി, അരീക്കൽ രാജൻ, എടക്കുടി മനോജ്, സുജിത് P, ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല
സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.